പ്രിയമുള്ളവരെ, നമ്മുടെ ആമുഖ സന്ദേശത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ദൈവവചനത്തിൻ്റെ ചുരുളഴിയുമ്പോൾ അവിടെ ദൈവിക പ്രകാശം നിറയുകയാണ്. ഈ സന്ദേശത്തിലൂടെ ദൈവത്തിൻ്റെ പ്രകാശം നമ്മുടെ ആത്മാവിലേക്ക് ദൈവം കൊളുത്തിത്തരികയാണ്. ഈ സന്ദേശം നമുക്ക് നൽകുന്നത് ശാലോം ശുശ്രൂഷയായ ഗ്ലാഡിസ് NC. പ്രിയപ്പെട്ടവരെ, ഈ സായാഹ്നത്തിൽ, ഈ രാത്രിയുടെ യാമങ്ങളിൽ കർത്താവ് അവിടുത്തെ മുൻപിലേക്ക് നമ്മളെ വീണ്ടും ഒരുമിച്ച് കൂട്ടി. നമുക്ക് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഈ സമയങ്ങളിൽ ഈശോയുടെ മുൻപിലായിരിക്കാം. ഒരു നിമിഷം നമുക്കൊന്ന് കണ്ണുകളടച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിച്ച് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. ഈശോയെ, അങ്ങയുടെ നാമത്തിലാണല്ലോ ഞങ്ങളിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അവിടുന്ന് കർത്താവെ ഞങ്ങളോട് സംസാരിക്കണമേ. 2 or 3 പേർ എൻ്റെ നാമത്തിൽ എവിടെ ഒരുമിച്ച് കൂടിയാലും അവരുടെ മധ്യത്തിൽ ഞാൻ ഉണ്ടായിരിക്കുമെന്ന് അരുളി ചെയ്ത ഈശോയെ, അങ്ങയുടെ സാന്നിധ്യം ഈ ആലയത്തിൽ കർത്താവയോടൊന്ന് വെളിപ്പെടുത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കൂട്ടായ്മയിലുള്ള അങ്ങയുടെ സാന്നിധ്യം കർത്താവെ ഹൃദയത്തിൽ അനുഭവിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരങ്ങൾ നമുക്ക് അല്പം ഒന്ന് തുറന്നു പിടിച്ചുകൊണ്ട് ഈശോയെ നമ്മുടെ ഹൃദയത്തിൻ്റെ നാഥനും രക്ഷകനുമായി സ്വീകരിച്ച് നമ്മുടെ ജീവിതത്തെ കർത്താവിൻ്റെ മുമ്പിലേക്കൊന്ന് തുറന്നു കൊടുത്തുകൊണ്ട്, എൻ്റെ ഈശോയെ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, എൻ്റെ ഈശോയെ, ഞാൻ അങ്ങയെ ആരാധിക്കുന്നു എന്ന് പറഞ്ഞ് ശാന്തമായി അല്പം സ്വരം വിട്ടുകൊടുത്തുകൊണ്ട് നമുക്ക് ഈശോയെ ഒന്ന് ആരാധിക്കാം. ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തോത്രം. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. ഈശോയെ സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ. ഹൃദയം കൊണ്ട് നമുക്ക് കർത്താവിനെ ഒന്ന് കണ്ടുകൊണ്ട് നമുക്ക് അവിടുത്തെ ആരാധിക്കാം. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, സെഫാനിയായുടെ പുസ്തകം, അതായത് പഴയ നിയമ പുസ്തകങ്ങളുടെ ഏറ്റവും ഏകദേശം അവസാന പുസ്തകങ്ങളിലേക്ക് വരുന്ന ഒരു ഇതാണ് സെഫാനിയ. സെഫാനിയയുടെ പുസ്തകം 3-ാം അധ്യായം 7-ാം തിരുവചനം ഇപ്രകാരം നമ്മളോട് പറയുകയാണ്: നിന്റെ ദൈവമായ കർത്താവ്, വിജയം നൽകുന്ന യോദ്ധാവ് നിന്റെ മധ്യേയുണ്ട്. നിന്റെ ദൈവമായ കർത്താവ്, വിജയം നൽകുന്ന യോദ്ധാവ് നിന്റെ മധ്യേയുണ്ട്. നിന്നെക്കുറിച്ച് അവിടുന്ന് അതിയായി ആഹ്ലാദിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ വചനത്തെക്കുറിച്ചാണ് നമ്മൾ അല്പസമയം ഒന്ന് ധ്യാനിക്കുന്നത്. നമ്മൾ കേട്ട വചനം ഇപ്രകാരമാണ്: നിന്റെ ദൈവമായ കർത്താവ്, വിജയം നൽകുന്ന യോദ്ധാവ് നിന്റെ മധ്യേയുണ്ട്. ജീവിതത്തിൽ നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് എല്ലാ മേഖലകളിലും വിജയം വരിക്കുക എന്നുള്ളത്. കുട്ടികളാണെങ്കിൽ പരീക്ഷ എഴുതുമ്പോൾ അവർ വിജയിക്കുവാൻ, നല്ല വിജയം കിട്ടുവാൻ വേണ്ടിയിട്ടാണ് ആഗ്രഹിക്കുക. ഈ നാളുകളിൽ പരീക്ഷയുടെയും പഠനത്തിൻ്റെയും പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പും പരീക്ഷ എഴുതിയുള്ള കാത്തിരിപ്പും ഒക്കെയാണ്. അപ്പോൾ അവർ അതിയായി ആഗ്രഹിക്കുന്നത് നല്ലൊരു വിജയം. മാതാപിതാക്കൾ തങ്ങളുടെ കുഞ്ഞുങ്ങൾ നന്നായിട്ട് പരീക്ഷ എഴുതി വിജയിക്കണമെന്ന് ആഗ്രഹിക്കും. അതോടൊപ്പം തന്നെ അത് ജീവിതത്തിൻ്റെ ഏത് തലങ്ങളിലാണെങ്കിലും പ്രിയപ്പെട്ടവരെ, നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് വിജയം വരിക്കണം. അത് ജോലി മേഖലയിലാണെങ്കിലും കുടുംബജീവിതത്തിലാണെങ്കിലും എവിടെയാണെങ്കിലും ജീവിതത്തിൽ വിജയമുണ്ടാകണം. സാമ്പത്തിക മേഖലയിലാണെങ്കിലും എവിടെയാണെങ്കിലും. കർത്താവ് ഈ രാത്രിയിൽ നമ്മളോട് പറയുകയാണ്: ഞാൻ വിജയം നൽകുന്ന കർത്താവാണ്, ഞാൻ വിജയം നൽകുന്ന യോദ്ധാവാണ്. ഞാൻ നിന്റെ മധ്യേയുണ്ട്, ഞാൻ നിന്റെ കൂടെയുണ്ട്, ഞാൻ നിന്റെ കരങ്ങളിൽ പിടിച്ചിട്ടുണ്ട്, ഞാൻ നിന്നെ നയിക്കുന്ന, നിനക്ക് വിജയം നൽകുന്ന നിന്റെ കർത്താവാണെന്ന് അവിടുന്ന് ഈ രാത്രിയിൽ അടിവരയിട്ട് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം. ഈ വിജയത്തിന് വേണ്ടി നമ്മൾ ആഗ്രഹിക്കുന്നു. വിജയം നൽകുന്ന കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. ആ കർത്താവിനോട് കൂടെയാണ് നമ്മൾ ജീവിതത്തിൽ ഓരോ നിമിഷവും നീങ്ങുന്നത്. എങ്കിലും ചിലപ്പോഴെല്ലാം നമ്മൾ പരാജയത്തിൻ്റെ കയ്പുനീര് കുടിക്കുന്നവരാണ്. ഈ രാത്രിയിൽ
നമ്മുടെ പരാജയത്തിൻ്റെ അവസ്ഥകളെ, ഏതൊക്കെ മേഖലകളിലാണോ ഇന്ന് ഞാൻ പരാജയപ്പെട്ട് നിൽക്കുന്നത്, എവിടെയൊക്കെയാണോ എനിക്കിന്ന് വിജയം ആവശ്യമായിരിക്കുന്നത്, അത് ഒരു നിമിഷം നമുക്ക് ചിന്തിച്ചു നോക്കാം. നമ്മുടെ കുടുംബജീവിതത്തിൻ്റെ മേഖലകളിലായിരിക്കും, നമ്മുടെ പഠനത്തിൻ്റെ മേഖലകളിലായിരിക്കും, ജോലിയുടെ മേഖലകളിലായിരിക്കും, ആത്മീയ ജീവിതത്തിലായിരിക്കും. എവിടെയൊക്കെയാണ് എനിക്ക് വിജയം ആവശ്യമായിരിക്കുന്നത്, അത് നമുക്ക് കർത്താവിൻ്റെ കരങ്ങളിലേക്കൊന്ന് കൊടുക്കാം. നമുക്ക് വിജയം നൽകുവാനായിട്ട്, നമ്മെ അനുഗ്രഹിക്കുവാനായിട്ടാണ് നമ്മുടെ ദൈവം ഇപ്പോൾ നമ്മളെ ഇവിടെ ഒരുമിച്ച് കൂട്ടിയിരിക്കുന്നത്. ഈ രാത്രിയിൽ നാം ഓരോരുത്തരും അനുഗ്രഹിക്കപ്പെടുക എന്നുള്ളതാണ് ദൈവത്തിൻ്റെ തിരുവുള്ളം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ വിജയത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ സാമുവേലിൻ്റെ പുസ്തകം 17-ാം അധ്യായത്തിലേക്ക് ഞാൻ നിങ്ങളെ ഒന്ന് കൂട്ടിക്കൊണ്ടു പോവുകയാണ്. അവിടെ നമ്മൾ ദാവീദിനെ കാണുന്നുണ്ട്. രാജാവായ ദാവീദല്ല, ബാലനായ ദാവീദ്, കൊച്ചു ദാവീദ്, ആട്ടിടയനായ ദാവീദ്. അവിടെ അവൻ ചെയ്യുന്നത് എന്താണ്? ഇസ്രായേൽ ജനം ഫിലിസ്ത്യരുമായിട്ടുള്ള യുദ്ധത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ജനം പേടിച്ച് വിറങ്ങലിച്ച് നിൽക്കുകയാണ്. ദാവീദിൻ്റെ ജ്യേഷ്ഠ സഹോദരങ്ങൾ ഈ യുദ്ധത്തിന് പോയിട്ടുണ്ട്. ദാവീദിൻ്റെ പിതാവായ ജസ്സെ ഇളയ മകനായ ദാവീദിനെ യുദ്ധഭൂമിയിലേക്ക് അയക്കുകയാണ്. എന്തിനാണ്? ജ്യേഷ്ഠന്മാരുടെ വിവരമൊക്കെ പോയി അന്വേഷിച്ച് തിരിച്ചു വരുവാൻ വേണ്ടി, സഹോദരങ്ങളെക്കുറിച്ചൊക്കെയുള്ള വിവരവുമായിട്ട് തിരിച്ചു വരുവാനായിട്ട് ജസ്സെ ദാവീദിനെ യുദ്ധസ്ഥലത്തേക്ക് അയക്കുകയാണ്. ദാവീദ് അവിടെ ചെന്നപ്പോൾ യുദ്ധത്തിൻ്റെ അവസ്ഥകളൊക്കെ കണ്ടു. ഇസ്രായേൽ ജനം ഭയപ്പെട്ട് നിൽക്കുന്നു. ഫിലിസ്ത്യര് ഇവരെ തകർക്കുമെന്നുള്ള ആ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നു. രാജാവായ സാവൂള് ഫിലിസ്ത്യരുടെ നേതാവായ ഗോലിയാത്തിനെ തകർക്കുന്നവർക്ക്, ഗോലിയാത്തിനെ വധിക്കുന്നവർക്ക് വലിയ സമ്മാനങ്ങളൊക്കെ വാഗ്ദാനം ചെയ്ത് അങ്ങനെ നിൽക്കുന്ന ഒരവസ്ഥ. അപ്പോൾ കൊച്ചു ദാവീദിന് വലിയൊരു മോഹം, വലിയൊരു ആഗ്രഹം, അവനെ ഈ യുദ്ധത്തിലൊന്ന് ചേർക്കുവാനായിട്ട്. അവൻ പലരോടും പറഞ്ഞു. പക്ഷേ ആട്ടിടയനായ ഈ പയ്യനെ യുദ്ധത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുവാൻ, അല്ലെങ്കിൽ യുദ്ധത്തിന് പറഞ്ഞു വിടുവാൻ അവർക്കൊന്നും ധൈര്യമില്ല. ചേട്ടൻ പറഞ്ഞു, വേഗം നീ വീട്ടിൽ പോടാ എന്ന്. കാരണം നിന്നെ ഇവിടെ യുദ്ധത്തിന് കയറ്റുവാനായിട്ട് നിനക്ക് ഒരു യുദ്ധം ചെയ്യുവാനുള്ള യാതൊരു അറിവും നിനക്കില്ല. നീ ഒരു ആട്ടിടയനല്ലേ, നീ ഇവിടെ വന്ന് യുദ്ധം ചെയ്യുവാനോ? ചേട്ടൻ വഴക്ക് പറഞ്ഞു. എന്നാൽ ദാവീദ് വിട്ടില്ല. ദാവീദ് വീണ്ടും സൈന്യാധിപരോടും സൈന്യത്തിലുള്ളവരോടൊക്കെ പറഞ്ഞ് രാജാവിൻ്റെ സന്നിധിയിൽ ഈ വിവരമെത്തി. രാജാവിനോട് പറഞ്ഞ് അങ്ങനെ ദാവീദ് ഈ ഫിലിസ്ത്യക്കാരുടെ മല്ലനായ ഗോലിയാത്തിനെ തകർക്കാനുള്ള ആ വലിയ ദൗത്യം ഏറ്റെടുക്കുകയാണ്. അങ്ങനെ ദാവീദ് ഇതിനു വേണ്ടി ഒരുങ്ങുമ്പോൾ സാവൂള് ഒരു കാര്യം ചെയ്തു. സാവൂൾ ആദ്യം പറഞ്ഞു, മോനെ, നീയൊരു ബാലനല്ലേ, നീയൊരു ആട്ടിടയനായ ബാലനല്ലേ, നിനക്ക് അവനെ തകർക്കുവാൻ സാധിക്കുമോ? പക്ഷെ ദാവീദിൻ്റെ നിർബന്ധം നിമിത്തം സാവൂള് ഈ ഉദ്യമത്തിന് ദാവീദിനെ അനുവദിച്ചു. അങ്ങനെ ദാവീദ് യുദ്ധത്തിന് പോകുവാനായിട്ട്, ഈ ഗോലിയാത്തിനെ തകർക്കുവാനായിട്ട് ദാവീദ് ഒരുങ്ങുകയാണ്. അപ്പോൾ സാവൂൾ ഒരു കാര്യം ചെയ്തു. സാവൂളിൻ്റെ ആ യുദ്ധവസ്ത്രങ്ങളും ആ വാളും കുന്തവും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ദാവീദിന് കൊടുക്കുകയാണ്, ഈ പടച്ചട്ടയൊക്കെ അണിയിക്കുവാൻ വേണ്ടി. പക്ഷെ ഇതൊക്കെ അണിഞ്ഞു കഴിഞ്ഞപ്പോൾ ദാവീദിന് നടക്കാൻ അറിയത്തില്ല, ദാവീദിന് മുന്നോട്ട് പോകാൻ അറിയത്തില്ല. ഉടനെ അവൻ എന്ത് ചെയ്തു? അതെല്ലാം അവിടെ ഊരി വെച്ചു, അതെല്ലാം അവിടെ അഴിച്ചു വെച്ചു. എന്നിട്ട് അവൻ തനിക്ക് സ്വന്തമായി ഉണ്ടായിരുന്ന വടി അവൻ്റെ കയ്യിലെടുത്തു. തോട്ടിൽ നിന്ന് ഒരു 5-6 കല്ലുകൾ, മിനുസമുള്ള കല്ലുകളെടുത്ത് അവൻ സഞ്ചിയിലിട്ടു. അവൻ്റെ കയ്യിൽ കവണയും ഉണ്ടായിരുന്നു. ഇതുമായിട്ട് അവൻ യുദ്ധം ചെയ്യുകയാണ്, അവൻ യുദ്ധത്തിന് പോവുകയാണ്. അവൻ അങ്ങനെ യുദ്ധത്തിന് വേണ്ടി മുന്നണിയിലേക്ക് വന്നപ്പോൾ ഫിലിസ്ത്യക്കാരുടെ മല്ലനായ ഈ ഗോലിയാത്ത് അവൻ നടന്നു വരുന്നു. അവൻ വളരെ പുച്ഛത്തോടെയാണ് ദാവീദിനെ കാണുന്നത്. നമുക്കറിയാമത്. കാരണം ഒരു ബാലനായ, ഒരു ചെറുപ്പക്കാരനായ, യാതൊരു യുദ്ധപരിചയവുമില്ലാത്തൊരാട്ടിടയനായ ഒരു ബാലൻ അവൻ ഇവിടെ യുദ്ധത്തിന് വരുമ്പോൾ ഇത്രയും ജനത്തെ കിടുകിടാന്ന് വിറപ്പിച്ച്, ജനത്തെ അമ്പരത്തിൽ ആഴ്ത്തി, ഭയത്തിൽ ആഴ്ത്തി നിൽക്കുന്ന
ഈ മല്ലന് ഇവനെ കണ്ടപ്പോൾ വലിയ പുച്ഛം തോന്നി. അവൻ വിളിച്ചു പറഞ്ഞു, നീ എന്തിനാണ് എൻ്റെ നേരെ വരുന്നത്? നീ ഒരു വടിയുമെടുത്ത് വരുവാൻ ഞാൻ എന്താ ഒരു പട്ടിയാണോ? നീ എന്നെ ഇങ്ങനെ എൻ്റെ നേരെ നീ എന്തിനാണ് ഇങ്ങനെ വരുന്നത്? അവൻ ഇവനെതിരെ ചീത്ത വിളിക്കാൻ തുടങ്ങി, അസഭ്യം പറയുവാൻ തുടങ്ങി. അവൻ ദേവന്മാരുടെയും അവൻ്റെ ദേവതകളുടെയും ഒക്കെ നാമത്തിൽ ഇവനെ ചീത്ത പറയുവാൻ തുടങ്ങി. അവൻ പറഞ്ഞു, നിന്റെ ദേഹം ഞാൻ പറവകൾക്ക് ആഹാരമായിട്ട് കൊടുക്കും. അങ്ങനെ അവൻ്റെ ആ അഹങ്കാരത്തോടെ, അവൻ്റെ ആ വീറോടെ, വാശിയോടെ യുദ്ധത്തിന് അവൻ നടക്കുകയാണ്. പക്ഷേ പ്രിയപ്പെട്ടവരെ, ദാവീദ് പറഞ്ഞു, ദാവീദ് ബാലനാണ്, അവൻ ആട്ടിടയനാണ്, അവന് യുദ്ധസന്നാഹങ്ങളോ വാളോ കുന്തമോ പടച്ചട്ടയോ ഒന്നുമില്ല. പക്ഷേ അവൻ ഒരു വാക്കു പറഞ്ഞു, അല്ലയോ ഗോലിയാത്തേ, ഇസ്രായേലിൻ്റെ ദൈവമായ സർവശക്തനായ കർത്താവ് ഇന്ന് നിന്നെ എൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കും. സർവശക്തനായ നാമത്തിലാണ് ഞാൻ നിനക്കെതിരായിട്ട് ഇവിടെ പോരാടുന്നത്. ഈ യുദ്ധം കർത്താവിൻ്റെതാണ്. ഇസ്രായേലിനൊരു ദൈവമുണ്ടെന്ന് ഇന്ന് ലോകം അറിയുന്ന ദിനമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അവൻ കർത്താവിൻ്റെ നാമത്തിൽ യുദ്ധം തുടങ്ങി. നമുക്കറിയാം, അവൻ ആദ്യത്തെ കല്ല് ആ സഞ്ചിയിൽ നിന്ന് എടുത്തു. ഉന്നം നോക്കി ഗോലിയാത്തിന്റെ നെറ്റിക്ക് അവൻ ഒരു ഏറ് കൊടുത്തു. കൃത്യം അവൻ്റെ നെറ്റിയിൽ ചെന്നത് പതിച്ചു. ആദ്യത്തെ ഏറിന് തന്നെ അവൻ നിലം പതിച്ചു. അങ്ങനെ തൻ്റെ സഞ്ചിയിലുണ്ടായിരുന്ന കല്ലും തൻ്റെ കവണയും ഉപയോഗിച്ച് ശക്തനായ സർവ ആയുധധാരിയായ ഗോലിയാത്തിനെ അവൻ നിലം പറ്റിച്ചു. എന്നിട്ട് അവൻ അടുത്തതായിട്ട് ചെയ്തത് എന്താണ്? ഇവൻ്റെ കയ്യിൽ വാളില്ലല്ലോ. ഇവൻ പോയി അവൻ്റെ ദേഹത്ത് കയറി ഇരുന്നിട്ട് അവൻ്റെ ഉറയിലുണ്ടായിരുന്ന വാളെടുത്ത് അവൻ്റെ ശിരസ്സ് ഛേദിച്ചു. ഈ ശിരസ്സുമായി അവൻ രാജാവായ സാവൂളിൻ്റെ അരികിലേക്ക് കടന്നു ചെന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ബാലനായ ദാവീദ്, കേവലം ആട്ടിടയനായ ദാവീദ്, അവൻ ഇവിടെ ഒരു യുദ്ധത്തിൽ വിജയിക്കുന്നത് നമ്മൾ കാണുകയാണ്. അവൻ കർത്താവിൻ്റെ മുൻപിൽ വിശ്വസ്തനായിരുന്നു. അവൻ്റെ തൊഴിൽ ആട്ടിടയൻ്റെ തൊഴിലായിരുന്നു എന്ന് പറഞ്ഞുവല്ലോ. അവൻ രാജാവിനോടൊരു കാര്യം പറയുന്നുണ്ട്, പ്രഭോ, ഞാനൊരു ആട്ടിടയനാണ്. പക്ഷേ ആടുകളെ ആക്രമിക്കുവാനായിട്ട് പുലിയും കടുവയും സിംഹവും ഒക്കെ കടന്നു വരുമ്പോൾ ഞാൻ ആടുകളെ സംരക്ഷിക്കുവാൻ വേണ്ടി അവയെ ഞാൻ കൊന്ന് എൻ്റെ ആടുകളെ ഞാൻ സംരക്ഷിക്കാറുണ്ട്. ആടുകളെ വിട്ട് ഓടിപ്പോവുകയല്ല, ആടുകളെ സംരക്ഷിക്കുവാൻ വേണ്ടി ഈ കാട്ടുമൃഗങ്ങളോട് ഞാൻ യുദ്ധം ചെയ്ത് ഞാൻ അവയെ കൊന്ന് എൻ്റെ ആടുകളെ ഞാൻ സംരക്ഷിക്കാറുണ്ട്. അവൻ ഏൽപ്പിച്ച ആ ഒരു ദൗത്യത്തിൽ അവൻ വിശ്വസ്തനായിരുന്നു. അവനത് രാജാവായ സാവൂളിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇവിടെ അവന് യുദ്ധ സന്നാഹങ്ങളോ അവന് യുദ്ധ ഉപകരണങ്ങളോ ഒന്നുമില്ല. പക്ഷേ ദൈവത്തിൻ്റെ മുൻപിൽ അവൻ വിശ്വസ്തനായിരുന്നു. അവൻ പറയുന്നൊരു കാര്യമുണ്ട്, നിന്നെ എൻ്റെ കരങ്ങളിൽ നിന്ന് ഏൽപ്പിച്ചു തരുന്നത് സർവശക്തനായ ദൈവമാണ്. ദൈവത്തിൻ്റെ നാമത്തിലാണ് ഈ യുദ്ധം വിജയിക്കുവാൻ പോകുന്നത്. ഇസ്രായേലിനൊരു ദൈവമുണ്ടെന്ന് ഇന്ന് ലോകം അറിയുന്ന ദിനമാണ്. ദാവീദിൻ്റെ ഈ യുദ്ധത്തെക്കുറിച്ച് എന്തിനാണ് ഇപ്പോൾ പറയുന്നതെന്ന് ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കുമായിരിക്കും. ഈ യുദ്ധവിജയത്തെക്കുറിച്ച് എന്തിനാണ് പറയുന്നതെന്ന് പ്രിയപ്പെട്ടവരെ ഒരുപക്ഷെ നിങ്ങൾ ആലോചിക്കുന്നുണ്ടായിരിക്കും. ഒരു നിമിഷം നമുക്ക് നമ്മുടെ ജീവിതങ്ങളെയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഒന്ന് കൊടുക്കാം. ഞാൻ ആദ്യമേ പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവ്, വിജയം നൽകുന്ന യോദ്ധാവ് നിന്റെ മധ്യയുണ്ട്. നിനക്കെല്ലാ കാര്യങ്ങളിലും നിനക്ക് വിജയം നൽകുവാൻ, എല്ലാ കാര്യങ്ങളിലും നിന്നെ വിജയിപ്പിക്കുവാൻ, നിന്നെ അനുഗ്രഹിക്കുവാൻ കഴിവുള്ള ഒരു ദൈവമാണ് നിന്റെ കൂടെയുള്ളത്. ഈ യുദ്ധത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ സാധാരണ ഒരു ആട്ടിടയനായിരുന്ന ദാവീദ്, അവൻ ഒരു പക്ഷേ ചിന്തിക്കാമായിരുന്നു, ഈ മല്ലനോട് ഞാൻ എങ്ങനെ യുദ്ധം ചെയ്യും? ഇവനെ കണ്ടാൽ തന്നെ പേടിയാകും. കേവലം ഒരാട്ടിടയനായ ഞാൻ, ശാരീരികമായിട്ട് പോലും ഇവൻ്റെ അടുത്തെങ്ങും എത്താൻ കെൽപ്പില്ലാത്തവൻ ഞാൻ. പക്ഷേ ഇവനോ വലിയ മല്ലനായൊരു മനുഷ്യൻ. പക്ഷേ ദാവീദ് അവനിലേക്ക് നോക്കിയില്ല.
ദാവീദ് ആരിലേക്കാണ് നോക്കിയത്? ഇവനെ ദാവീദിന്റെ കരങ്ങളിൽ എത്തിക്കുവാൻ കഴിവുള്ള സർവശക്തനായ ദൈവത്തിങ്കിലേക്ക് അവൻ ദൃഷ്ടികൾ ഉയർത്തി. അതുപോലെ തന്നെ നമുക്കറിയാം, സാവൂള് അദ്ദേഹത്തിൻ്റെ യുദ്ധോപകരണങ്ങളും പടച്ചട്ടകളും എല്ലാം ദാവീദിനെ ധരിപ്പിച്ചു. എന്നാൽ അവിടെയും ദാവീദ് എന്ത് ചെയ്തു? സാവൂളിൻ്റെ യുദ്ധ ഉപകരണങ്ങളിലേക്കോ യുദ്ധസന്നാഹങ്ങളിലേക്കോ ഒന്നും ദാവീദ് പോയില്ല. അതെല്ലാം അവൻ അഴിച്ചു വെച്ചിട്ട് അവന് ദൈവം കൊടുത്തിരിക്കുന്ന, അവൻ ആയുധമായി കൊടുത്തിരിക്കുന്ന അഭിഷേകത്തിൻ്റെ വടി അവൻ കരങ്ങളിൽ എടുത്തു. ആ വടി കൊണ്ട് അവൻ യുദ്ധം ചെയ്ത് വിജയിച്ചു. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മളൊക്കെ ചിന്തിക്കുന്ന കാര്യമാണ്, ഈ കാര്യം ഞാൻ എങ്ങനെ തരണം ചെയ്യും? ഒരുപക്ഷെ നമ്മുടെ മുൻപിൽ വലിയൊരു കടബാധ്യത ഒരു ഗോലിയാത്തിനെ പോലെ നിൽക്കുന്നുണ്ടായിരിക്കും. വലിയ പരാജയത്തിൻ്റെ നിമിഷങ്ങളിലൂടെ ആയിരിക്കും ഒരുപക്ഷെ നമ്മൾ കടന്നു പോവുക. മറ്റുള്ളവരിലേക്ക് നോക്കി അവർക്കുള്ളതുപോലെ യുദ്ധോപകരണങ്ങളും പടച്ചട്ടയും ഒന്നും എനിക്കില്ലല്ലോ. എൻ്റെ കുഞ്ഞു ജീവിത സാഹചര്യങ്ങളെ ഓർത്ത് പരിതപിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും ഞാൻ. എന്നാൽ കർത്താവ് ഈ രാത്രിയിൽ നിന്നോട് പറയുകയാണ്, പ്രിയപ്പെട്ട മകനെ, മകളെ, നിനക്ക് വേണ്ടി ഒരു അഭിഷേകത്തിൻ്റെ വടി ഞാൻ നൽകിയിട്ടുണ്ട്. നിന്റെ കുടുംബത്തെ നയിക്കുവാൻ, നിന്റെ ജോലിയിൽ നിനക്ക് മുന്നേറുവാൻ, നിന്റെ ജീവിതത്തിൽ വിജയം വരിക്കുവാൻ നീ ആ വടി കയ്യിലെടുക്കുക. നീ മറ്റൊന്നിലേക്കും നോക്കണ്ട. നിന്റെ ഇല്ലായ്മകളിലേക്ക്, നിന്റെ കുറവുകളിലേക്ക് ഒന്നും നീ നോക്കണ്ട. മറിച്ച് ദൈവം നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന, ദൈവം നിനക്ക് നൽകിയിരിക്കുന്ന അഭിഷേകത്തിൻ്റെ വടി അത് നീ കരങ്ങളിലെടുക്കുക. അപ്പോഴവിടെ നിനക്ക് വിജയിക്കുവാനായിട്ട് സാധിക്കും. ഇന്ന് പരാജയത്തിൻ്റെതായ അവസ്ഥയിലൂടെ നാം കടന്നു പോകുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കണം. ദാവീദ് വിജയിച്ചതുപോലെ വിജയിക്കുവാൻ നാം ഓരോരുത്തരും വിളിക്കപ്പെട്ടവരാണ്. സങ്കീർത്തനം 108 നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്, ദൈവമാണ് നമുക്ക് വിജയം നൽകുന്നത്. കർത്താവിൻ്റെ നാമത്തിലാണ് ഞങ്ങൾ വിജയം വരിക്കുന്നത്. കർത്താവിൻ്റെ നാമത്തിൽ, ദാവീദ് അതാണ് പറയുന്നത്, കർത്താവിൻ്റെ നാമത്തിലാണ് ഈ യുദ്ധം ജയിക്കുവാൻ പോകുന്നത്. മനുഷ്യരുടെ കഴിവല്ല. നമ്മളെപ്പോഴും നോക്കുന്നത് എങ്ങോട്ടാണ്? നമ്മുടെ കഴിവിലേക്ക്, നമ്മുടെ ഇല്ലായ്മകളിലേക്ക്, നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലേക്ക്. പക്ഷേ അവിടെ നിന്ന് ഉയർന്ന് ദൈവത്തിലേക്ക് നോക്കുവാൻ നമ്മൾ എപ്പോൾ പഠിക്കുന്നുവോ അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതവും വിജയത്തിലേക്ക് എത്തിപ്പെടും. അതിന് നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് ദൈവം തന്നിരിക്കുന്നത് ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുക, ദൈവസന്നിധിയിലേക്ക് നമ്മൾ കൊടുക്കുക. പ്രിയപ്പെട്ടവരെ, ഒരു സംഭവം ഞാൻ പറയാം. ഡേവിസ് ഹാർട്ട്മാൻ എന്ന ഒരു പ്രശസ്തനായ ഡോക്ടർ, അദ്ദേഹം അമേരിക്കക്കാരനാണ്. 8ാമത്തെ വയസ്സിൽ ഈ ബാലൻ അന്ധനായി തീർന്നു. പക്ഷേ ഈ ബാലൻ്റെ ഉള്ളിൽ അവന് പഠിച്ച് ഒരു ഡോക്ടറായി തീരണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. അവൻ എന്ത് ചെയ്തു? അതിനുവേണ്ടി നന്നായിട്ട് പഠിച്ചു. അങ്ങനെ പഠിച്ച് അവൻ എന്ത് ചെയ്തു? ഒരു യൂണിവേഴ്സിറ്റിയിൽ മെഡിസിന് വേണ്ടി അപ്ലൈ ചെയ്തു, മെഡിക്കൽ കോളേജിൽ. പക്ഷെ അവിടെ നിന്ന് അവന് മറുപടി കിട്ടി, ഒരു അന്ധനായ ഒരു വ്യക്തിക്ക് ഇതുവരെയും ഇങ്ങനെയൊരു കോഴ്സ് പഠിക്കുവാനായിട്ടുള്ള അനുവാദം അല്ലെങ്കിൽ അതിനുള്ള ഇത് കൊടുത്തിട്ടില്ല. ഇത് സാഹസമേറിയ കാര്യമാണ്, ഇത് വലിയൊരു വെല്ലുവിളിയാണ്. പക്ഷേ ആ മകൻ പുറകോട്ട് പോയില്ല. അവൻ ദൈവത്തിൽ ആശ്രയിച്ചു. അങ്ങനെ അവൻ എന്ത് ചെയ്തു? ഈ സാഹസം അവൻ ഏറ്റെടുക്കുവാനായിട്ട് തയ്യാറായി. ഈ വെല്ലുവിളി അവൻ ഏറ്റെടുക്കുവാനായിട്ട് തയ്യാറായി. അവൻ ഈ മെഡിസിന് പഠിക്കേണ്ട പുസ്തകങ്ങളെല്ലാം ടേപ്പ് റെക്കോർഡറിൽ റെക്കോർഡ് ചെയ്തു. 25 പുസ്തകങ്ങളും റെക്കോർഡ് ചെയ്തു. അങ്ങനെ ഈ വെല്ലുവിളി ഏറ്റെടുത്ത് ഈ മകൻ ഈ മെഡിസിൻ ബിരുദമെടുത്തു. 27ാമത്തെ വയസ്സിൽ ഈ മകൻ ഒരു ഡോക്ടറായിട്ട് തീർന്നു. ഈ ഡോക്ടറാകുമ്പോൾ ഇതിനൊരു പ്രത്യേകതയുണ്ട്. ആദ്യത്തെ അന്ധനായ ഡോക്ടറാണ് ഈ ഡോക്ടർ ഡേവിഡ് ഹാർട്ട്മാൻ. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, ഒരു അന്ധനായ മകൻ. ആ മകൻ്റെ ജീവിതത്തിൽ എന്താണ്? കുറവുകൾ മാത്രമേ ഉള്ളൂ. അവൻ നോക്കുമ്പോൾ ഒരിക്കലും അവൻ ഉയരുവാൻ സാധിക്കുകയില്ല. ഈ യുദ്ധം അല്ലെങ്കിൽ ഈ ജീവിതത്തിൽ വിജയിക്കുവാനായിട്ട് അവൻ്റെ മുൻപിൽ ഒന്നുമില്ല. പക്ഷേ അവൻ്റെ ഇല്ലായ്മകളിലേക്കോ അവൻ്റെ അസാധ്യതകളിലേക്കോ അവൻ നോക്കാതെ അവനെ ശക്തനാക്കുവാൻ കഴിവുള്ള ദൈവത്തിലേക്ക് അവൻ നോക്കി.
ആ ദൈവത്തിലേക്ക് നോക്കിയപ്പോൾ ഇത് അവനൊരു അനുഗ്രഹമാക്കി കൊടുത്തു, ഇത് അവനൊരു വിജയമാക്കി കൊടുത്തു. ലോകത്തിലെ തന്നെ ഏറ്റവും ആദ്യത്തെ അന്ധനായ ഡോക്ടർ എന്നുള്ള വലിയ ബഹുമതി നേടുവാൻ തക്ക വിധത്തിൽ അവൻ്റെ ജീവിതത്തെ ദൈവം ഉയർത്തി. അതുകൊണ്ട് ഈ രാത്രിയിൽ നമ്മുടെ ഇല്ലായ്മകളിലേക്ക്, നമ്മുടെ കുറവുകളിലേക്ക്, ജീവിത സാഹചര്യങ്ങളിലേക്ക് നോക്കി മുഖം കുനിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ് നീ എങ്കിൽ, പലപ്പോഴും നമ്മുടെ പരാജയത്തിൻ്റെ കാരണം നമ്മൾ സാഹചര്യങ്ങളെയാണ് പഴിക്കാറുള്ളത്. എനിക്ക് ഈ സാഹചര്യം കൊണ്ടാണ് ഇങ്ങനെ വന്നു പോയത്, ഇതുകൊണ്ടാണ് ഞാൻ പരാജയപ്പെട്ടു പോകുന്നത് എന്നൊക്കെയാണ് നമ്മുടെ വേദന. പക്ഷേ ദൈവം ഈ രാത്രിയിൽ പറയുകയാ, നിന്റെ സാഹചര്യങ്ങളെയൊക്കെ വിജയത്തിലെത്തിക്കുവാനായിട്ട് നിന്റെ ദൈവത്തിന് സാധിക്കും. സാഹചര്യങ്ങളിലേക്ക് നോക്കി നീ ഒരിക്കലും ഭയപ്പെട്ടു പോകരുത്. നിന്റെ മുമ്പിൽ വരുന്ന ഗോലിയാത്തിലേക്ക് നോക്കി നീ ഭയപ്പെട്ടു പോകരുത്. നിന്റെ മുൻപിലുള്ള വാളും കുന്തവും ആയുധങ്ങളും ധരിച്ച ആയുധധാരികളെ നോക്കി നീ ഭയപ്പെട്ടു പോകരുത്. നിന്റെ ആശ്രയവും നിന്റെ ശരണവും നിന്റെ ശക്തിയും നിന്റെ ദൈവമാണ്, നിന്റെ ദൈവത്തിലാണ്. പ്രിയപ്പെട്ടവരെ, നമുക്കൊരു നിമിഷം കണ്ണുകൾ അടച്ച് കർത്താവിൻ്റെ മുൻപിൽ നമ്മെ തന്നെ ഒന്ന് സമർപ്പിക്കാം. മനുഷ്യൻ്റെ വിജയം കർത്താവിൻ്റെ കരങ്ങളിലാണ് എന്ന് വചനം നമ്മോട് പറയുന്നുണ്ട്. മനുഷ്യൻ്റെ വിജയം കർത്താവിൻ്റെ കരങ്ങളിലാണ്. നിന്നെ വിജയത്തിലെത്തിക്കുവാൻ, നിന്റെ ജീവിതത്തെ വിജയത്തിലെത്തിക്കുവാൻ, നിന്നെ കരപറ്റിക്കുവാൻ, നിന്നെ അനുഗ്രഹിക്കുവാൻ നിന്റെ ദൈവം നിന്റെ കൂടെയുണ്ട്. ദാവീദിനോട് എന്നതുപോലെ ഈ യുദ്ധം വിജയിക്കുവാൻ എവിടെയായിക്കൊള്ളട്ടെ, ഏത് സാഹചര്യത്തിലായിക്കൊള്ളട്ടെ, നിന്റെ കൂടെ നിന്റെ ദൈവമുണ്ട്. ആ ദൈവത്തിലേക്ക് നോക്കിക്കൊണ്ട് നീ യാത്ര ചെയ്യുക. ആ ദൈവത്തിലേക്ക് നോക്കിക്കൊണ്ട് നീ യുദ്ധം ചെയ്യുക. ആ ദൈവത്തിലേക്ക് നോക്കിക്കൊണ്ട് നീ മുന്നോട്ട് പോകുക. നിന്റെ കരങ്ങളിൽ കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്ന അഭിഷേകത്തിൻ്റെ വടി അത് നീ കരങ്ങളിൽ എടുക്കുക. അത് നീ താഴെയിട്ട് മറ്റൊന്നിലേക്ക് നീ ഓടിപ്പോകരുത്. മറ്റൊന്നും നേടുവാൻ വേണ്ടി നീ ഓടിപ്പോകരുത്. നിന്നെ ദൈവം എവിടെയാക്കിയിരിക്കുന്നുവോ അവിടെ നീ ദൈവത്തിന് വേണ്ടി നിലകൊള്ളുക. ഇരു കരങ്ങളും കർത്താവിൻ്റെ തിരുസന്നിധിയിലേക്ക് ഉയർത്തിക്കൊണ്ട് വിജയം നൽകുന്ന കർത്താവ്, സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. നമുക്ക് ആ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിച്ച് ഒരുമിച്ചൊന്ന് കർത്താവിനെ ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിനക്ക് വിജയം നൽകുന്ന ഇസ്രായേലിൻ്റെ ദൈവമായ പരിശുദ്ധൻ അവൻ നമ്മുടെ കൂടെയുണ്ട്. അവൻ നമ്മുടെ കൂടെയുണ്ട്. അവൻ നമ്മുടെ മധ്യയുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്നെ കുറിച്ച് അവൻ അതിയായി ആഹ്ലാദിക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിനക്ക് വിജയിക്കുവാൻ കർത്താവ് നിന്റെ കൂടെയുണ്ട്. നിന്റെ പരാജയത്തിന്റെ കയ്പ് നീരിൽ നിന്റെ കർത്താവ് നിന്റെ കൂടെയുണ്ട്. നിന്നെ വിജയത്തിലെത്തിക്കുവാൻ നിന്റെ ദൈവം നിന്റെ കൂടെയുണ്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിന്റെ സാഹചര്യങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ, നിന്റെ ജീവിതത്തിന്റെ അവസ്ഥ എന്തുമായിക്കൊള്ളട്ടെ, എത്രമാത്രം കടബാധയിലൂടെ നീ കടന്നു പോകുന്ന വ്യക്തിയായിക്കൊള്ളട്ടെ, ദൈവം നിനക്ക് നൽകിയിട്ടുണ്ട് ഒരു അഭിഷേകം. ദൈവം നിന്റെ ജീവിതത്തിലേക്ക് പകർന്നിട്ടുണ്ട് ഒരു കൃപ. ആ കൃപയിൽ നീ മുറുകെ പിടിക്കുക. ആ കൃപയിൽ നീ മുറുകെ പിടിക്കുക. നിന്റെ സജ്ജിയും നിന്റെ കവണയും നിന്റെ വടിയും കർത്താവിന് കൊടുക്കുക. കർത്താവിന് കൊടുക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ. യേശുവൻ കൂടെയുണ്ട്, കൂട്ടിനവനെന്നും കൂടെയുണ്ട്. കണ്ണുകൾ അടച്ച് ഈശോയെ കണ്ടുകൊണ്ട് പാടാം. യേശുവൻ കൂടെയുണ്ട്, കൂടെയുള്ള കർത്താവിനെ വിളിക്കാം നമുക്ക്. കൂട്ടിനവനെന്നും കൂടെയുണ്ട്. നീ കർത്താവിനോട് കൂടെ നിന്നാൽ അവൻ നിനക്ക് വിജയം നൽകും. കൂടെയുണ്ട്, കൂട്ടാളിയായി തൻ കൂടെയുണ്ട്. കൂരിരുൾ താഴ്വരെ കൂടെയുണ്ട്, കൂട്ടാളിയായി തൻ കൂടെയുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തോട് ചേർന്ന് നമുക്ക് വിജയം വരിക്കാം. ദൈവത്തോട് ചേർന്ന് നമുക്ക് മുൻപോട്ട് പോകാം. നിന്റെ ജീവിതത്തെ അനുഗ്രഹത്തിന്റെ തീരത്തേക്ക് നയിക്കുവാൻ, അനുഗ്രഹത്തിന്റെ തീരത്തേക്ക് നയിക്കുവാൻ നിന്റെ ദൈവം നിന്റെ കൂടെയുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. യേശുവേ നന്ദി. ഹല്ലേലൂയ. ഈശോയെ സ്തോത്രം, 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 സ്തോത്രം. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി,
കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ.